പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അനന്തപുരിയിൽ നിന്ന് ഇനിയൊരു പയ്യൻ നമ്മുടെ വീട്ടിൽ നിന്ന് ബന്ധമെടുക്കാൻ അതിനെ ഒട്ടും ഇങ്ങനെ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് മോൾ ഇങ്ങനെ വേണ്ടാത്തൊന്നും മനസ്സിൽ വെക്കേണ്ടെന്ന് നന്ദുവിനോട് പറയുകയാണ്. അപ്പോൾ നന്ദു ശരി അച്ഛാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അനി നന്ദുവിനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനിയുടെ കോളൊക്കെ എടുക്കുന്നുണ്ട് നന്ദു. നന്ദുവിനോടാണെങ്കിലും അനി ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മയും ചേച്ചിമാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അവരെ കാണാനായിട്ട് നന്ദുവിന് എന്താ ഇങ്ങോട്ട് വന്നാലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറയട്ടെ. അപ്പോൾ അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും എനിക്ക് നന്ദുവിനോടൊന്ന് സംസാരിക്കണം, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അത് വേണ്ടാന്ന് പറയാണ് കേട്ടോ. നന്ദു അച്ഛനതൊന്നും ഇഷ്ടാവില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാനല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയല്ല, എനിക്കിങ്ങനെ അവിടെ കല്യാണമൊക്കെ അല്ലേ, അപ്പോൾ തിരക്കൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്നൊക്കെ പറയണം. അപ്പോൾ എനിക്ക് നന്ദുവിനോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നന്ദു ആണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല കേട്ടോ, വേണ്ടാന്ന് തന്നെയാണ് പറയുന്നത്. ഇന്ന് നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കാത്ത കാണാത്തൊക്കെയാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യണം. അപ്പോൾ എനിക്കാണെങ്കിലും ആകെ സങ്കടമാവുന്നുണ്ട് കേട്ടോ. പിന്നീട് നവ്യാണെങ്കിൽ ഫോണിൽ ഇങ്ങനെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കനക അവിടേക്ക് വന്നിട്ട് നവ്യനോട് കൈ കാണിക്കാനായിട്ട് പറയാനായിട്ട്. അപ്പം മൈലാഞ്ചി ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് നൈനി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മ മൂത്ത മോൾക്ക് ഇങ്ങനെ മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണല്ലേ, അത് ശരിയാവില്ല, എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നൈനിയും കൂടെ അവിടെ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവിക്ക് ഇട്ട് കൊടുത്തിട്ട് ഇട്ട് തരാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ഒരാളും കൂടെ വേണമായിരുന്നു നന്ദു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പിന്നീട് നൈന പറയുന്നുണ്ടായിരുന്നു, അവൾക്ക് ഇങ്ങനെ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്, അമ്മയും അവളുടെ കാര്യം എന്തോ ഞങ്ങളിൽ നിന്ന് ഒളിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കനക പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അവൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നൈന ചോദിക്കുകയാണ്. ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അവൾ ആദ്യം എന്നോടായിരിക്കും പറയാമെന്ന് പറയാണ്. അനിയും അവളും തമ്മിൽ ഭയങ്കര കൂട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അനിയനോട് ചോദിച്ചപ്പോൾ അനിക്കും അറിയില്ല, ബെസ്റ്റ് ഫ്രണ്ടായ അനിയനോട് പോലും അത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറയുന്ന സമയത്ത് കനക ഇങ്ങനെ ഓർക്കുന്നുണ്ട്, അനിയെക്കുറിച്ചാണ് അവളുടെ സങ്കടം എന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റുക എന്നൊക്കെ ഇങ്ങനെ കനക മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവൾ ഇങ്ങോട്ട് വന്നപ്പോഴും അവളുടെ മുഖത്തൊരു സന്തോഷമൊന്നുമില്ല, എന്താ ഇതിൻ്റെ കാരണം, അവളിങ്ങനെ ആരെയും പ്രേമിക്കുന്നൊന്നും തോന്നുന്നില്ല എന്ന് ഇങ്ങനെ നവ്യൻ സംശയം പറയാണ് കേട്ടോ. പിന്നീട് നന്ദുവിനെ ഇവിടെ ഇങ്ങനെ കുറച്ച് ദിവസം കൊണ്ടുവന്ന് നിർത്താലോ എന്ന് അവളുടെ ഇതൊക്കെ മാറുന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് കനയ്ക്ക് അത് ഇഷ്ടമാകുന്നില്ല, അതൊന്നും വേണ്ട, അല്ലെങ്കിൽ എല്ലാവരും കൂടെ എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതിനെ പറയുന്നുണ്ടായിരുന്നു, അവൾ 1-2 ദിവസം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ കനയ്ക്ക് അത് ഇഷ്ടമാകുന്നില്ല, അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ സംസാരം നിർത്തുകയാണ് കേട്ടോ. പിന്നീട് മൈലാഞ്ചിയൊക്കെ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മൈലാഞ്ചിയൊക്കെ ഇട്ട് നൈന അങ്ങനെ റൂമിലേക്ക് വരികയാണ്. അപ്പോൾ ആദർശാണെങ്കിലും നൈന വന്നതൊന്നും കാണാത്ത മട്ടിലിരിക്കുകയാണ് കേട്ടോ. ആദർശ് എന്തോ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വന്നിട്ട് അങ്ങനെ കാണാത്ത പോലെ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് കുറച്ച് വെള്ളം എടുത്ത് തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ നിനക്ക് കൈയില്ലേ വെള്ളം എടുത്ത് കുടിക്കാനെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആദർശേട്ടന് കൈ ഉണ്ടെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലും ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തു തരില്ലേ, അപ്പോൾ ഇടയ്ക്ക് എന്താ ഭാര്യമാർക്കും ചെയ്തു തന്നൂടെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൻ്റെ കയ്യിൽ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് മൈലാഞ്ചിക്ക് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ വെള്ളം എടുത്ത് തരാൻ പറ്റുമോ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എടുത്ത് തന്നല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നീ മുത്തശ്ശിനോട് ചെന്ന് പറഞ്ഞു കൊടുക്കില്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടല്ലോ, അതല്ലേ നിൻ്റെയൊക്കെ ഇതെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അങ്ങനെ അതിനെ നേരെ നീട്ടുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് കുടിക്കുന്നത്, വായിലേക്ക് ഒഴിച്ചതാന്ന് പറയുന്ന സമയത്ത് ആദർശ് വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് സ്പീഡിൽ അങ്ങ് ഒഴിക്കും. അപ്പോൾ ആ വെള്ളക്കാകെ താഴെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ആദർശമായിട്ട് ഒരു വെള്ളം തരാനും പോലും അറിയില്ലേ എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് നൈന വെള്ളം തുടയ്ക്കാനായിട്ട് അവിടുന്ന് തുണി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് വഴിക്കാണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആദർശ് ഇങ്ങനെ നൈന വീഴാതെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടു കൂടി നോക്കി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആദർശ് പറയും, കയ്യിലേക്ക് ആകെ മൈലാഞ്ചി ആയല്ലോ എന്ന്, ഞാൻ തുടച്ച് തരാമെന്ന് വിചാരിച്ചതാണ്, ഇനിയിപ്പോൾ ഞാൻ തുടച്ചിട്ടുണ്ടെങ്കിൽ ആകെ മൈലാഞ്ചി ആവും, അതുകൊണ്ട് ആദർശേട്ടൻ തന്നെ അങ്ങ് തുടച്ചേക്കെന്ന് പറഞ്ഞിട്ട് നൈന അവിടെ നിന്ന് അങ്ങ് പോകട്ടെ. അപ്പോൾ നൈന പോകുന്നു നോക്കി ഇങ്ങനെ ആദർശ് ഒരു ചെറിയ ചിരിയോടുകൂടി അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് നവ്യേനെ അഭിനയാണ് കാണിക്കുന്നത്. അപ്പം നവ്യ ഇങ്ങനെ എണീറ്റിട്ട് ഇങ്ങനെ ഓർക്കുന്നുണ്ട്, ഇപ്പം നൈനി അമ്മയ്ക്ക് എണീറ്റിട്ടുണ്ടാവും, ഇവിടെ ഒരു തമ്പുരാട്ടി ഉണ്ടല്ലോ, കോലത്ത് തമ്പുരാട്ടി, അവർ എണീക്കാൻ 7 മണിയെങ്കിലും ആവല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ജലജേനെ വിളിക്കുകയാണ് കേട്ടോ. ജലജയാണെങ്കിലും നല്ല ഉറക്കത്തിലായിരിക്കും. അടുത്ത് തന്നെ കനകയും കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ നോക്കിയിട്ടാണ് ഫോൺ എടുക്കുന്നത്. ഇവളിപ്പോൾ എന്തിനാ ഈ സമയത്ത് എന്നെ വിളിക്കുന്നതെന്ന് ഓർത്താണ് കേട്ടോ ജലജ ഫോൺ എടുക്കുന്നത്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, ഉറക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്, ഉറക്കം ശരിയല്ലെങ്കിൽ നീ വന്ന് എന്നെ ഉറക്കി തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. എന്തായാലും എനിക്കിപ്പോൾ ഒരു കോഫി വേണമെന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് നവ്യ പറയുന്ന സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു, നിനക്കിപ്പോൾ കോഫി വേണമെങ്കിൽ നിൻ്റെ അമ്മേനോടോ അല്ലെങ്കിൽ നിൻ്റെ അനിയത്തിനോടോ പറയേ, എനിക്ക് ഇട്ട് തരാൻ സൗകര്യമില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ ഇട്ട് തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് സൗകര്യമില്ല എന്ന് പറയുന്ന സമയത്ത് എന്നാൽ പിന്നെ ഞാൻ മുത്തശ്ശീനോട് പറഞ്ഞോളാം, എൻ്റെ അമ്മേനോട് ഒരു കോഫി ഇട്ട് തരാൻ പറഞ്ഞിട്ട് ഇട്ട് തന്നില്ല, അപ്പോൾ മുത്തശ്ശി ഇട്ട് തന്നോളൂ എന്ന് പറയുന്ന സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു, വേണ്ട ഞാൻ തന്നെ ഇട്ട് തരാമെന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ടായിരുന്നു. അവളിപ്പോൾ പുറത്താക്കാൻ നോക്കിയിട്ട് ഇങ്ങനെ പറ്റുന്നുമില്ല, ഇനിയിപ്പോൾ അവളുടെ പാദസേവം ചെയ്യേണ്ടി വരികയാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അടുക്കളയിലേക്ക് പോവാണ്. അടുക്കളയിൽ പോയി പിന്നെ കോഫിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കോഫി ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ പഞ്ചസാരയൊക്കെ ഇടുമ്പോൾ അവളിപ്പോൾ അത്ര നല്ല കോഫി കുടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കുറച്ചൊക്കെയാണ് ഇടുന്നത് കേട്ടോ. എന്നിട്ട് എന്തായാലും കോഫിയൊക്കെ ഇട്ട് റൂമിലേക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്.
കോഫി നവ്യയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ജലജ അങ്ങ് പോകാൻ നിൽക്കുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ടായിരുന്നു, അവിടെ നിൽക്ക്, ഞാൻ കോഫി കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാമെന്ന് അറിയാം കേട്ടോ. അപ്പം എന്നിട്ട് നവ്യ ആണെങ്കിലും കോഫി കുടിച്ചിട്ട്, എന്ത് കോഫിയാണിത്, ഇതിലാണെങ്കിലും മധുരമില്ല, കുറച്ച് പഞ്ചസാര ഇട്ട് കൊണ്ടുവരാനൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിലും നവ്യനോട് ഇങ്ങനെ കൂടെ വരാനായിട്ട് പറയാൻ കേട്ടോ, നീയും കൂടെ വാ, എന്നാൽ എത്ര ഷുഗർ ഇടണം എന്നൊക്കെ അറിയാലോ എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് എന്തൊരു കോഫി ഇടാൻ പോലും അറിയില്ലേ, അതെങ്ങനെ അടുക്കളയിൽ കയറിയാലല്ലേ കുറേ അടുക്കളയിൽ കയറിയിട്ട് എന്നൊക്കെ പറഞ്ഞ് നവ്യ അങ്ങ് പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു, അവർ പോയ ശേഷം പിന്നീട് നയന വന്നു. അപ്പോൾ പിന്നെ ജാനകിയമ്മായി നയനയും കൂടിയാണല്ലോ അടുക്കളയിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ജലജയ്ക്കാണെങ്കിലും അത് ഇഷ്ടാവുന്നില്ല. അപ്പോൾ ജലജ പറയുന്നുണ്ട്, നീ അങ്ങ് അടുക്കളയിൽ കയറി ഓരോന്ന് ചെയ്യുന്ന പോലെയല്ലേ എന്ന് പറച്ചില്ലെന്ന് പറയുമ്പോൾ, എനിക്കിപ്പോൾ എന്തായാലും ചെയ്യാൻ പറ്റില്ലല്ലോ, ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ അടുക്കളയിൽ കയറി തുടങ്ങിക്കോളാം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇവരുടെ സംസാരം കേട്ടിട്ട് അബി ഉണരാതിരിക്കുമ്പോൾ അങ്ങനെ ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവൻ എന്താ ഇന്നലെ വൈകിയാണോ കിടന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മോനല്ലേ, ചിലപ്പോൾ അവൻ ഉണർന്നിട്ടുണ്ടാവും, അവനിങ്ങനെ ഉറക്കം നടിച്ച് കിടക്കുകയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അബിയാണെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ അവരുടെ സംസാരം എല്ലാം കേട്ട് മിണ്ടാതെ അവിടെ കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ജലജയുടെ വായിലിരിക്കുന്നതും കൂടി കേൾക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നീട് എന്തായാലും കുറച്ചും കൂടെ പഞ്ചസാര ഇടാനായിട്ട് അടുക്കളയിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വീണ്ടും ഇങ്ങനെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് കോരിയിട്ടിട്ട് വീണ്ടും അടുപ്പിൽ വെച്ച് തിളപ്പിക്കാനൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനെ തിളപ്പിച്ച് കൊണ്ടു കൊടുക്കാം, അവളുടെ നാവ് പൊള്ളട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും തിളപ്പിക്കാനൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ തിളപ്പിച്ച് കൊണ്ടുകൊടുത്താൽ അത് തണുപ്പിച്ച് കൊടുക്കേണ്ടി വരും ഞാൻ, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഗ്യാസൊക്കെ ഓഫാക്കി വീണ്ടും കപ്പിലേക്ക് ഒഴിച്ച് അത് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നവ്യ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും കോഫി കൊണ്ടുവന്നു, അപ്പോൾ ഈ സമയത്ത് 2 ബിസ്ക്കറ്റും കൂടെ എടുത്തുകൂടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്താണോ ബിസ്ക്കറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ സമയത്ത് എങ്ങനെ ബിസ്ക്കറ്റ് കഴിക്കുന്നതെന്നുള്ളതിൽ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് അങ്ങനത്തേന് കുഴപ്പമൊന്നുമില്ല എന്ന് നവ്യ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ജലജയ്ക്ക് പിന്നീട് ബിസ്ക്കറ്റ് എടുക്കാൻ പോകാൻ വയ്യാത്തതുകൊണ്ട് ജലജ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ തരാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കട്ടെ. അപ്പോൾ എന്താ എൻ്റെ മരുമോൾക്ക് വേണ്ടതെന്ന് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ജലജ ചോദിക്കുമ്പോൾ, എനിക്കിന്ന് നെയ് റോസ്റ്റ് മതി എന്ന് പറയാം കേട്ടോ. അപ്പോൾ അതിനുള്ള മാവൊന്നും ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടൊന്നുമില്ല എന്ന് ജലജയും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഫ്രിഡ്ജിൽ മാവ് ഉണ്ടാവും, അപ്പോൾ അതെടുത്ത് അങ്ങ് ഉണ്ടാക്കിയാൽ പോരെ എന്നൊക്കെ നവ്യം പറയാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് അബി ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ തന്നെ കിടക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നീട് ജലജ പോകുന്ന സമയത്ത് നവ്യ ബെഡിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് നവ്യ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഇവൻ ഇങ്ങനെ ഉറക്കം നടിക്കുക തന്നെ ആയിരിക്കും, ചൂടുള്ള കോഫി ഇവൻ്റെ മുഖത്തേക്ക് ഒഴിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ ദേഷ്യത്തോടുകൂടി. പിന്നീട് ജലജ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് കോഫിയിൽ എന്തെങ്കിലും ചേർത്തോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഉണ്ടായാലും എന്തായാലും അവർ ഇവിടുന്ന് പുറത്താവും എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ഓർത്ത് പിന്നീട് നവ്യ കോഫി കുടിക്കുകയാണ്. അതിനുശേഷം ദേവേനി പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കനക അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മക്കൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് 6-7 മാസമായി, എന്നിട്ടും എനിക്ക് ആദർശ് അമ്മേനോട് ഇങ്ങനെ ഒന്ന് മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയാണ്. അപ്പം അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവേനി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പിന്നീട് ഇങ്ങനെ ആദർശിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇതുപോലൊരു മോനെ കിട്ടിയ നിങ്ങൾ ഭാഗ്യവതിയാണ്, അതുപോലെ തന്നെ എൻ്റെ മോൾക്കും ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയല്ലോ, അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ആനന്ദപുരി ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു, കല്യാണം കഴിയുന്നവരെ നയനയുടെ ഒന്നും കല്യാണം കഴിയുന്നവരെ കണ്ടിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ മൂർത്തീസ് ജ്വല്ലറി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പുറത്ത് നിന്ന്, ഞങ്ങളൊക്കെ ചെറിയ ജ്വല്ലറിയിൽ നിന്നല്ലേ സ്വർണ്ണം എടുക്കാമെന്ന് പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ടായിരുന്നു, ചെറിയ ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണം എടുത്താൽ അതിൽ മായം ചേർത്തിട്ടുണ്ടാവും, നിന്നെ പോലെ തന്നെ ഇങ്ങനെ മായം ചേർന്ന അമ്മയ്ക്ക് ജനിച്ച 2 മായം കലർന്ന മക്കളാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരിയാണ്, എൻ്റെ ഉള്ളിൽ മായമുണ്ട്, അതുപോലെ തന്നെ എൻ്റെ മൂത്ത മോള് നവിയുടെ മനസ്സിലും നല്ല മായമുണ്ട്. പക്ഷേ എൻ്റെ നയനമോൾ അങ്ങനെയല്ല, അവൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവളാണ്, അവൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞതല്ലേ എൻ്റെ മക്കളെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നുള്ളത്, ഇവിടുത്തെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ ഒക്കെ സമ്മതം വാങ്ങിച്ചു തന്നാൽ ഞാൻ അവരെ കൊണ്ടുപോയിക്കോളാം. നവ്യമോൾ ചിലപ്പോൾ വന്നില്ല എന്ന് വരും, പക്ഷേ നയനമോൾ അങ്ങനെയല്ല, എൻ്റെ കൂടെ വന്നോളും. അതിനുശേഷം ഇങ്ങനെ ആദർശ് മോനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കണം, എന്നാലേ ദേവേനിക്ക് അങ്ങനെ മുത്തശ്ശിയാവാനൊക്കെ പറ്റുള്ളൂ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അതെന്താ, നിങ്ങളുടെ മോൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത്, കല്യാണത്തിന് മുന്നേ നമ്മൾ ആരും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കില്ലല്ലോ, നമുക്ക് സംശയം തോന്നില്ലല്ലോ എന്ന് പറയും. അതിനുശേഷം ദേവേനി ചോദിക്കുന്നുണ്ടായിരുന്നു, പിന്നെന്താ ഇപ്പം എന്തെങ്കിലും അറിഞ്ഞോ, എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കിയോ, അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കനക അവിടെ ഇവിടെയൊക്കെ തൊടാതെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ മോൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, മോളാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, മോൾക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒരു 1-2 പേർക്ക് ചെയ്യാനുള്ള ജോലിയൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ അവൾക്ക് തന്നെ കൊടുത്തോ, ഇനി വേറെ എന്തെങ്കിലും അധികം ജോലി ഉണ്ടെങ്കിൽ അത് അവൾക്ക് കൊടുത്തോ. അവളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് അവൾക്ക് ഇങ്ങനെ ഭയങ്കര സങ്കടമാവും, മോൾക്കും ഒരുപാട് ആഗ്രഹം
ആഗ്രഹങ്ങളില്ലേ. ഇനിയിപ്പോൾ നവ്യമോള് ഒരു അമ്മയാവാൻ പോവല്ലേ, ഇനിയിപ്പോൾ അവൾക്കൊരു കുഞ്ഞ് ജനിക്കുമല്ലോ, ആ കുഞ്ഞിനെങ്കിലും നയനമോള് താലോലിച്ചോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെ ദേവയാനിക്ക് ഭയങ്കര ഒരു സംശയവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നിട്ട് കനക പിന്നെയും തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എന്നാലും മോൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ഒരു അമ്മയാവണം എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ദേവയാനിക്ക് ഭയങ്കര സംശയമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താ അങ്ങനെ കനക അങ്ങനെ പറയുന്നതെന്നൊക്കെ എന്നിട്ട് കനകയോട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ പറഞ്ഞു വരുന്നതെന്ന്. അപ്പോൾ കനകയാണെങ്കിലും ദേവയാനിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും ഒരു സംശയമൊക്കെ ഉണ്ടാവുന്നുണ്ട്, ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശിന് നയനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ എങ്ങനെ നയന അമ്മയാവാത്ത എന്നുള്ളൊരു സംശയം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്.